അങ്ങനെ എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ഒരു ന്യൂ ബോൺ ബേബിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. എന്നിട്ട് ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, എൻ്റെ പേര് മാത്യു ഗ്രീൻ എന്നാണ്, എൻ്റെ കൊറിയൻ പേര് ചോ സങ് മിൻ എന്നാണ് ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. ചെറിയ പ്രായത്തിൽ തന്നെ എന്നെയാണെങ്കിൽ ഇങ്ങനെ അമേരിക്കയിലേക്ക് ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ഞാനൊരു ഹാർട്ട് പ്രോബ്ലം ഉള്ളൊരു മനുഷ്യനാണ്. അത് മാത്രമല്ല എനിക്ക് അവിടെയാണെങ്കിൽ ഇനി അധികം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് തിരിച്ചു പോകാൻ വേറൊരു സ്ഥലമില്ല എന്നിങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഫാമിലി ഇവൻ്റെ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അമേരിക്കയിൽ. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നാണെങ്കിൽ അവർ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺട്രിയിലേക്ക് തിരിച്ച് അവനിക്ക് പോകാൻ പറ്റില്ല, തിരിച്ച് അവർ കൊറിയയിലോട്ട് തന്നെ അവരാക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മേനെ ഒന്ന് കാണണം, എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, കണ്ടിട്ട് അമ്മേന്ന് മാത്രം വിളിച്ചാൽ മതി, വേറെ എനിക്കൊരു ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇവനാണെങ്കിൽ ആ ഒരു കൊറിയയിൽ നിൽക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറാൻ വേണ്ടി പോകുമ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ടാകും, കൊറിയൻ ഭാഷ അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവന് ഇല്ലയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും, സോറി എന്തായാലും ഈ ഭാഷ അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ജോലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് അവരൊക്കെ പറയുന്നുണ്ടാകും, എന്നാലും കൊറിയയിലോട്ട് ഇംഗ്ലീഷും പറഞ്ഞാണ് വന്നത്, എന്നാലും എനിക്കൊക്കെ എന്ത് ധൈര്യം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ പാവൻ ചെറുക്കനാണെങ്കിൽ ആ ഒരു ഹോട്ടൽ റൂമിലോട്ട് വന്നിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ടാകും. അപ്പോൾ അവൻ്റെ കൂടെ ആണെങ്കിൽ ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കണമായിരിക്കും. അങ്ങനെ ഇവനാണെങ്കിൽ ഉറങ്ങണേൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്തോ ഒരു മെഡിസിൻ ഇവനിക്ക് കഴിക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ഹാർട്ടിന് എന്തോ പ്രോബ്ലം വന്നിട്ട് ആ ഒരു ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇവൻ മരിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ അങ്കിളിനെയും അതുപോലെ തന്നെ നമ്മൂനെയാണ് കേട്ടോ. അപ്പോൾ നമ്മ ചോദിക്കുന്നുണ്ടാകും, അങ്കിൾ എന്താ തിരിച്ച് വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, നീയല്ല പറഞ്ഞത് അവനിക്ക് ഞാനുള്ളൂ ഫാമിലിന്ന്, അതുകൊണ്ട് തിരിച്ച് വന്നാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അങ്കിൾ ചോദിക്കും, നിനക്ക് എപ്പോഴാണ് അവനെ ഇഷ്ടം തുടങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, പിന്നെ അങ്കിൾ എന്തീ പറയുന്നത്, ഞാൻ അങ്ങനത്തെ ഒരു കണ്ണി കൂടെ ഒന്നും അവനെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എപ്പോൾ തൊട്ട് തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ടാകും, ഞങ്ങൾക്ക് 6ാം ക്ലാസ്സിൽ വച്ചാണ് തുടങ്ങിയത്, എനിക്ക് അവനോടുള്ള ഇഷ്ടം, എനിക്ക് അവന് ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ശരിക്കും അവൻ്റെ അച്ഛനെ കൂട്ടല്ലല്ലോ, നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടാകും, ശരിക്കും അവൻ്റെ അമ്മേനെ കൂട്ടാണ്, അതാണ് അവനെ കാണാൻ ഇത്ര ഭംഗി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗേറൂനാണെങ്കിൽ ഒരു കോള് വരും, അതാണെങ്കിൽ നമ്മുടെ അങ്കിളിന് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് അടുത്ത വർക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെ അവരാണെങ്കിൽ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അവരാണെങ്കിൽ അടുത്ത വർക്കുള്ള സ്ഥലത്തോട്ട് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ആ ഒരു സോഷ്യൽ വർക്കർ ഉണ്ടാകും. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും, ഈ ഒരു ആളുടെ പേര് മാത്യു ഗ്രീൻ എന്നാണ്, അവന് ഇങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വന്നാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അവനെ ചെറുപ്പത്തിലെ അമേരിക്കയിൽ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ റൂം കാണിച്ചെടുക്കുന്നുണ്ടാകും. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു റൂമിൽ കയറി അതൊക്കെ ക്ലീൻ ആക്കുന്നുണ്ടാകും. ക്ലീൻ ആക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ടാവും കേട്ടോ. കുറേ പേപ്പറൊക്കെ നമ്മുടെ അങ്കിൾ കളയാൻ വേണ്ടി പോകുമ്പോൾ അവൻ പറയും, അതൊന്നും കളയണ്ട, ഈ ബോക്സിലേക്ക് വച്ചേക്കാൻ പറഞ്ഞ് അതൊക്കെയാണെങ്കിൽ ബോക്സിൽ വെക്കുന്നുണ്ടാകും. അങ്ങനെ ടോയ്ലറ്റിൽ കയറുമ്പോൾ എന്താ അവിടെ ആണെങ്കിൽ ഒരു പട്ടിക്കുട്ടിയുടെ ഒരു ടാഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ആ പട്ടിക്കുട്ടിയുടെ പേരിങ്ങനെ വിളിക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അവരാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സോഷ്യൽ വർക്കറിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും, ആ ഒരു പട്ടിക്കുട്ടിയെ നിന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും, അതെങ്ങനെ അറിയാം, ആ പട്ടിക്കുട്ടി ഇപ്പോൾ വെറ്റിൻ്റെ അടുത്താണ് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ആ ഒരു അങ്കിളാണെങ്കിൽ ഈ ചെറുക്കനെ പറ്റി അന്വേഷിക്കുമ്പോൾ ആ ഒരു സോഷ്യൽ വർക്കർ ഇങ്ങനെ പറയുന്നുണ്ടാകും, അവനിങ്ങനെ ചെറുപ്പത്തിലെ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്, അതിനുശേഷം അവൻ തിരിച്ചു വന്നതാണ്, ആ ഒരു അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടു, അതുകൊണ്ട് അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ എന്നിരുന്നാലും അവൻ ഒരുപാട് നാൾ കാത്തിരുന്ന് അവൻ്റെ അമ്മേനെ കിട്ടിയതാണ്. പക്ഷെ ആ ഒരു അമ്മയ്ക്കാണെങ്കിൽ അവനെ കാണണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അത് മാത്രമല്ല അവനിക്കിങ്ങനെ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവരോട് പ്രത്യേകം പറയുന്നുണ്ടാകും. അപ്പം നമ്മുടെ അങ്കിളിനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ടാകും കേട്ടോ, നല്ല എന്ത് സാധനങ്ങളാണെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ നമ്മുടെ ഇവനിങ്ങനെ പറയുന്നുണ്ടാകും, എന്തായാലും ആ ഒരു അമ്മയുടെ അഡ്രസ്സ് തരും, എനിക്കിതൊന്നും കൊടുക്കാണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, സോറി എനിക്ക് തന്നെ അറിയില്ല അഡ്രസ്സ് എന്താണെന്ന്, എനിക്കങ്ങനെ തരാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു വേസ്റ്റ് എടുക്കാവനെ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, എന്നാലും ആ പെണ്ണ് എന്ത് സാധനമല്ലേ, സ്വന്തം കൊച്ചിനെ പോലും അവർക്ക് കാണണ്ടാന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അങ്കിള് പറയുന്നുണ്ടാകും, എന്തിരുന്നാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും, അങ്ങനെ വരാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു വേസ്റ്റ് എടുക്കണ അങ്കിള് പറയുന്നുണ്ടാകും, നീ ഒരുപാട് മാറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അങ്കിള് പറയുമ്പോൾ ഞാൻ മുന്നത്തെ കൂട്ട് തന്നെയാണ്, എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അങ്ങനെ അവരാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഗേറു ആണെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണായിരിക്കും. അപ്പം നമ്മ വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം നമ്മ ഇങ്ങനെ പറയും, പാവം എന്നാലും എന്ത് സാധനമല്ലേ ഈ ഒരു അമ്മ, ഞാൻ ഈ ഫോട്ടോ എടുത്ത് ഇൻ്റർനെറ്റിൽ ഇടട്ടെ, അപ്പം നമുക്കറിയാലോ എന്നൊക്കെ പറയുമ്പോൾ ഗേറ് പറയുന്നുണ്ടാകും, അങ്ങനൊന്നും ചെയ്യേണ്ട, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്താ ഒരു ബുക്കിലുള്ള ഒരു പെണ്ണിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആയിട്ടൊരു സാമ്യം ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫോട്ടോയ്ക്ക്. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ടാകും. ആ പുള്ളിക്കാരിയാണെങ്കിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ന്യൂസ് റിപ്പോർട്ടർ ആയിരിക്കും
കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിൽ പുള്ളിക്കാരിയുടെ ഓഫീസിൽ പോകുമ്പോൾ അവർ ചോദിക്കുന്നുണ്ടാകും അപ്പോയിൻമെൻറ്റ് ഉണ്ടോ, അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലും സാധനം ഇവിടെ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ ഇവരെ കണ്ടിട്ട് ആ ഒരു പുള്ളിക്കാരിനെ വിളിക്കുമ്പോൾ പുള്ളിക്കാരി തിരിഞ്ഞോടെ നോക്കുന്നുണ്ടാകില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്ത് പോകാൻ പറയുമ്പോൾ ഇവരാണെങ്കിൽ അവിടെ ഒളിച്ച് കിടക്കുന്നുണ്ടാകും. അങ്ങനെ ആ ഒരു പുള്ളിക്കാരത്തിയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ എന്താ ഇവർ ഫോളോ ചെയ്ത് ആ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് വീട്ടിലേക്ക് പോയിട്ട് പുള്ളിക്കാരത്തിൻ്റെ പുറകെ നിന്ന് വിളിക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് ഈ ഒരു മാത്യു ഗ്രീനിനെ അറിയോ, ഈ സോങ്മിനെ അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ പുള്ളിക്കാരത്തി എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങളുടെ 16ാമത്തെ വയസ്സിൽ നിങ്ങൾ ഗർഭിണിയായിട്ട് ഒരു കൊച്ചുണ്ടായില്ലേ, ആ കൊച്ചാണ് അതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങൾ എന്തേ പറയുന്നത്, നമുക്ക് എന്തായാലും ഒരു സ്ഥലത്ത് പോയിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്കിൾ ഇങ്ങനെ പറയുന്നുണ്ടാകും, ഈ ഒരു മാത്യു ഗ്രീനിൻ്റെ പേരാണ് സങ്മിന്, അവനിവിടെ അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, എന്നിട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ തിരിച്ച് അവനെ കാണണ്ടാന്ന് പറഞ്ഞു, ആ അമ്മ ഇത്രക്കും വലിയൊരു പൊസിഷനാണെന്നൊന്നും ഞങ്ങൾ ഓർത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പുള്ളിക്കാരത്തി ആണെങ്കിൽ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് പറയുമേ ഇവനപ്പോൾ അമ്മേനെ ശരിക്കും കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരോർക്കുമേ നിങ്ങൾ എന്തേ പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിച്ചല്ലേ പറയുന്നതൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടാകും, സോറി എനിക്ക് അന്ന് 16 വയസ്സുണ്ടായിരുന്നുള്ളൂ, എനിക്ക് കൊച്ചുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ അമ്മക്കാണെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല ഇതേപോലെ കൊച്ചുങ്ങളൊക്കെ പുറത്തോട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു, ആ ഒരു സംഘടനയിലുള്ളതാണ് എൻ്റെ അമ്മ, അപ്പോൾ ഈ അഡോപ്റ്റ് ആവണ വരെ ഞങ്ങളാണ് ആ കൊച്ചുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്, അങ്ങനെ നോക്കിയൊരു കൊച്ചാണ് ഈ ഒരു സങ്മനെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അവനെ നോക്കുമ്പോൾ തന്നെ അവനെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു, അതിൽ പിന്നെ ഞങ്ങൾ ആ ഒരു പണിക്ക് പോയിട്ടില്ല, ആ ഒരു സങ്മീനായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ ഇങ്ങനെ കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവട്ടെ, ഞങ്ങൾ താലോലിച്ച് വളർത്തിയ കുട്ടിയെ ആ ഒരു സങ്മീനായിരിക്കും, അതിനുശേഷം ഇവർ വേറെ കുട്ടികളൊന്നും ഇങ്ങനെ എടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ടാവട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ടാകും, പക്ഷെ അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളാണ് അവൻ്റെ അമ്മ എന്നാ വിചാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, പക്ഷെ എന്നാലും അവനിക്ക് എന്നെ വന്നൊന്ന് കണ്ടുകൂടായിരുന്നെന്ന് പറയുമ്പോൾ അവരങ്കിള് പറയുന്നുണ്ടാകും, അവൻ വന്ന് കണ്ടിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ടാവട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ആ ഒരു ഓട്ടോഗ്രാഫ് എഴുതണ ആ ഒരു സമയത്താണെങ്കിൽ ഈ പുള്ളിക്കാരത്തിയെടുത്ത് വരുമ്പോൾ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ടാവും നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവനിങ്ങനെ സങ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ പറയും എൻ്റെ പേര് മാത്യു ഗ്രീൻ എന്നാണ് ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ, ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നുണ്ടാകും, ഓ മാത്യു ഗ്രീൻ നിനക്ക് കൊറിയൊക്കെ വായിക്കാൻ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനിക്കാണെങ്കിൽ എന്തോ കാര്യം ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ ഇവൻ കൂടുതലൊന്നും പറയുന്നുണ്ടാവില്ല കേട്ടോ. ആ ഒരു സാധനം മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ആകെ ഒരു ദേഷ്യത്തിൽ ആ ഒരു ബുക്കൊക്കെ ആണെങ്കിൽ ആകെ വലിച്ചു കീറി കളയുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ആ ഒരു റിപ്പോർട്ടർ ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും, എന്നിരുന്നാലും അവനിക്ക് എൻ്റെ അടുത്തൊന്ന് വന്നൊന്ന് സംസാരിക്കാമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അങ്കിള് പറയുന്നുണ്ടാകും, ഒരുപക്ഷെ അവന് ആഗ്രഹം ഉണ്ടാവും, എന്നാലും അവനക്കൊരു പേടി ഉണ്ടാകും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു റിപ്പോർട്ടറായിട്ടുള്ള പുള്ളിക്കാരി പറയുന്നുണ്ടാകും, ഞാൻ ഈ ബോക്സ് കയ്യിൽ വെച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗീർ പറയും, ആണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അങ്ങനെ അവരാണെങ്കിൽ തിരിച്ച് വരുന്ന വഴിയാണെങ്കിൽ ആ ഒരു പട്ടിക്കുട്ടീനെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ സോഷ്യൽ വർക്കർ പറയുന്നുണ്ടാകും, ഇന്ന് തൊട്ട് ഞാൻ ഈ പട്ടിക്കുട്ടീനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ വീണ്ടും പോരുന്നുണ്ടാകും. അങ്ങനെ വീണ്ടും പോന്ന് കഴിയുമ്പോൾ ഇവരാണെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി സൈഡാക്കിയിട്ട് FM വെക്കുന്നുണ്ടാകും. അതിലാണെങ്കിൽ ആ ഒരു റിപ്പോർട്ടർ ആണെങ്കിൽ ഒരു ന്യൂസ് കവർ ചെയ്യുന്നുണ്ടാകും കേട്ടോ. അത് നമ്മുടെ മാത്യു ഗ്രീനിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നുണ്ടാകും, 20 ലക്ഷത്തോളം കുട്ടികൾ നമ്മുടെ കൊറിയയിൽ നിന്ന് തന്നെ പുറം രാജ്യങ്ങളിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ അഡോപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് മിക്കവർക്കും അവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ടാവാറില്ല, അവർക്ക് ആ ഒരു രാജ്യക്കാരായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൊറിയക്കാരായിട്ടും അങ്ങനെ ജീവിക്കാൻ പറ്റാറില്ല. അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത ഒരാളാണ് മാത്യു ഗ്രീൻ. ഈ കഴിഞ്ഞ 29-ാം തീയതി അദ്ദേഹം മരിച്ചു പോയിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു US-ൽ നിൽക്കാനും പറ്റിയില്ല, അതുമാത്രമല്ല ഒരു കൊറിയക്കാരനായിട്ടും ജീവിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള ആ ഒരു ജീവിതം അദ്ദേഹം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. അതൊക്കെ നമ്മുടെ ഒരു കുറ്റം തന്നെയാണ്. ഈ ഒരു ഗവൺമെൻറ് ഇതിൻ്റെ കാര്യത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിയാണെങ്കിൽ ആ ഒരു ന്യൂസ് അങ്ങ് കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ഗീറും ഇങ്ങനെ പറയുന്നുണ്ടാകും, ഞാനും മാത്യു ഗ്രീനും ഒന്നാണ്, എനിക്ക് എൻ്റെ ശരിക്കും അച്ഛനും അമ്മേനെ അറിയില്ല എന്ന് പറയുമ്പോൾ അങ്കിളാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗീറുവിനത് അറിയാമെന്നുള്ളൊരു കാര്യം. എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ടാകും, എന്നിരുന്നാലും എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമ്മുടെ അങ്കിളാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടാകും, നാളെ ഞാൻ ആ ഒരു ബോക്സിങ് ചെയ്യും, എനിക്ക് എന്തായാലും ആ സാധനം വേണം, ഞാൻ ജീവനോടില്ലെങ്കിൽ നീ ഇവിടേക്ക് വരാൻ നിൽക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെയും പറഞ്ഞിട്ട് പിറ്റേന്നാകുമ്പോൾ നമ്മുടെ ഗേറു എണീച്ച് നോക്കുമ്പോൾ എന്താ നമ്മുടെ അങ്കിളാണെങ്കിൽ അവനിക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ അവനിങ്ങനെ ചോദിക്കുന്നുണ്ടാകും, അങ്കിളിന് എന്താ പറ്റിയത്, അങ്കിൾ മരിക്കാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്കിൾ പറയുന്നുണ്ടാകും, ഞാൻ മരിക്കാനൊന്നും പോകില്ല, നീ കണ്ടില്ലേ ഞാൻ ഭയങ്കര ഫിറ്റാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഉണ്ടാക്കി തന്നെന്നുള്ളൂ, ഞാൻ മരിക്കൊന്നുമില്ല, നീ പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ടാകും.
അപ്പം തന്നെ നമ്മു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, നമ്മു നിനക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ ചൂടാറാതെ കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ പറയുമേ നിങ്ങൾക്ക് എന്താ ഒരു പ്രത്യേകത, എന്താ നിങ്ങൾക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഞാൻ എന്തായാലും ഒരു സ്ഥലം വരെ പോവാണ്, നീ എന്തായാലും ഗേറുവിനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ടാകും, നിങ്ങളപ്പോൾ വീണ്ടും വീട്ടിൽ നിന്ന് ഒളിച്ചോടനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഇതിന് എനിക്ക് വീടൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് പോകുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മു പറയും, ഇത് നിങ്ങളുടെയും കൂടി വീടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും. അങ്ങനെ നമ്മു വന്നിട്ട് ഗേറു അടുത്ത് പറയുന്നുണ്ടാകും, എടാ അങ്കിൾ എന്താണ് അങ്ങനെ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗേറ് പറയുന്നുണ്ടാകും, എനിക്കറിയില്ല, ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന് ഇങ്ങനെ നമ്മുടെ നമ്മൂടുത്ത് പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ നമ്മുടെ അങ്കിളാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റിങ്ങിൽ പോകുന്നുണ്ടാകും. അങ്ങനെ ആ പെണ്ണിൻ്റെ അടുത്ത് പറയുന്നുണ്ടാകും, ഫൈറ്റ് ചെയ്യണേക്ക് മുന്നേ തന്നെ എനിക്ക് ആ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറയുന്നുണ്ടാകും. എനിക്ക് ഈ സൂച്ചലിൻ്റെ അവസ്ഥ എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആദ്യം ഡോക്യുമെൻറ്റ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ മേടിച്ച് വെക്കുന്നുണ്ടാകും. എന്നിട്ട് നമ്മുടെ ഈ ഒരു നമ്മു ആണെങ്കിൽ അവൻ്റെ ടെൻറ്റിൽ നോക്കുമ്പോൾ എന്താ, ടെൻറ്റിലാണെങ്കിൽ ഇവൻ്റെ ആ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ, നമ്മുടെ സൂച്ചലിൻ്റെ ആ ഒരു റിപ്പോർട്ടില്ലേ, പഞ്ച് ഡ്രങ്ക് സിൻഡ്രോം എന്ന് പറഞ്ഞ ആ ഒരു അസുഖത്തിൻ്റെ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് നമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും, മേഡം നിനക്ക് ഈ സിൻഡ്രോമിനെ പറ്റി അറിയുമെന്ന് നോക്കുമ്പോൾ അവനിങ്ങനെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഈ ബോക്സിങ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സ്പോർട്സിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ നിരന്തരമായിട്ട് ആ ഒരു ബ്രെയിൻ്റെ അവിടെ ഇങ്ങനെ ഇടി കിട്ടിയിട്ട് ടിഷ്യൂ ഡാമേജ് ഉണ്ടാകും, അത് ചില സമയത്ത് കോമയിലാവും, ചിലവരുടെ മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ടാകും, മേഡം നമ്മളിനി എന്ത് ചെയ്യും, അങ്കിൾ ഇന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അയ്യോ അങ്കിൾ മരിക്കാൻ പാടില്ല, അങ്കിളിനൊന്നും പറ്റാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാകും. അപ്പം നമ്മുടെ അങ്കിളാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകണമായിരിക്കും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 9 തീരുന്നത്. ഇനി ഒരു എപ്പിസോഡും കൂടി ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.